കൊലക്കേസിലൊരു 4-ാം ദിവസമോ വിചാരണ കോടതിയുടെ ശിക്ഷ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ നിയമധാർമ്മികതയാണത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 20-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയെ 18-ാം തീയതി മോചിപ്പിച്ചു എന്ന് പറഞ്ഞത് കള്ളക്കേസല്ലേ? MP ജയരാജൻ ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. അപ്പം മാതൃഭൂമി ഇതേ സമയത്ത് ജയരാജൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിന് സമാനമാണിത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കൊല്ലുന്ന വാർത്ത കൊടുക്കുന്നതും. അതുപോലെ തന്നെ 20-ാം തീയതി ഫെബ്രുവരി മാസം 2019 അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിനെ 18-ാം തീയതി കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയുന്നത് കള്ളക്കേസല്ലേ? ആ വസ്തുത കോടതിക്ക് ബോധ്യമായി എന്നതാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനം. ഹൈക്കോടതിയിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ നോക്കണം. ഹൈക്കോടതി ഇത് വിചാരണക്കെടുത്തപ്പോൾ തന്നെ, ഹിയറിങ്ങിനെടുത്തപ്പോൾ തന്നെ ഹൈക്കോടതി CBI വക്കീലിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ നിരപരാധികളാണെന്ന് കണ്ടെത്തി വിചാരണ കോടതി വിട്ടയച്ച ആളുകൾക്കെതിരായി അപ്പീൽ പോകാൻ പോവാണ്. അപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ അപ്പീലൊക്കെ കൊടുത്തോ, ഞങ്ങളിപ്പോൾ ഇവരെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് അതിൻ്റെ കാര്യം. കുറ്റവിമുക്തരാണോ അല്ലയോ എന്നതിനേക്കാൾ അപ്പുറം ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 4 പേരെ കോടതി ശിക്ഷ സ്റ്റേ ചെയ്ത് വിട്ടയക്കുന്നു. ജാമ്യം വെറുതെ കിട്ടുന്നതല്ല, ശിക്ഷ സ്റ്റേ ചെയ്ത് വിട്ടയക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എടുത്ത കേസ് കള്ളക്കേസാണ്. ഇതാണ് പ്രശ്നം. CBI കൂട്ടിലിട്ട തത്തയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു കള്ളക്കേസാണിത്. അപ്പോൾ ആ കള്ളക്കേസ് എടുത്തതിന്മേൽ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കും.